ഒറിജിനൽ ക്ഷേത്രത്തിനെ പോലെ തന്നെയുള്ള ക്ഷേത്രങ്ങൾ ഇന്ത്യയുടെ നാനാഭാഗത്തും ഇങ്ങനെ പണി കഴിപ്പിക്കാറുണ്ട്. ഇത് ഹൈദരാബാദിൽ ബദ്രീനാഥ് ക്ഷേത്രത്തിൻ്റെ പോലെ പണി കഴിപ്പിച്ച ബദ്രീനാഥ് ക്ഷേത്രമാണ്. എല്ലാവർക്കും ബദ്രി വിശാൽ ധാമിൽ പോയി ബദ്രിനാരായണന്റെ ദർശനം സാധ്യമല്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്ന വിഗ്രഹങ്ങൾ ഇവിടെ പ്രതിഷ്ഠിച്ചേച്ച് അതുപോലെ തന്നെയുള്ള ഒരു അമ്പലം പണിഞ്ഞിരിക്കുകയാണ്. ഉത്തരാഖണ്ഡിലെ കല്യാൺകാരി സംസ്ഥയാണ് ഇത് പണി കഴിപ്പിച്ചത്. ഒറിജിനൽ ബദ്രീനാഥ് ക്ഷേത്രം വർഷത്തിൽ 4 മാസം മാത്രമേ തുറക്കുകയുള്ളൂ. ഇതാണെങ്കിൽ വർഷത്തിൽ എല്ലാ ദിവസവും തുറന്ന് പൂജ നടത്താറുണ്ട്. ക്ഷേത്രത്തിലെ ആദ്യത്തെ നിലയിൽ ഗണപതി ഭഗവാനും കുബേര ഭഗവാനും ബൽറാമനും ലക്ഷ്മി ദേവിയും നരനാരായണനും നാരദനും ഗരുഡയും ഉണ്ട്. അടുത്തു തന്നെയാണെങ്കിൽ ഒരു ശിവക്ഷേത്രം പോലെ പണിഞ്ഞിട്ടുണ്ട്. ശ്രീകോവിലിലെ അഖണ്ഡ ജ്യോതി ഒറിജിനൽ ബദ്രീനാഥ് ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതാണ്. ശ്രീകോവിലിലെ വിഗ്രഹങ്ങളെല്ലാം തന്നെ ഒറിജിനൽ ബദ്രീനാഥ് ടെമ്പിളിലെ പോലെ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ അമ്പലത്തിന് 2 നിലകളുണ്ട്. 50 അടി പൊക്കവുമുണ്ട്. ഗണപതി ഭഗവാനും ലക്ഷ്മി ദേവിക്കും ഗരുഡനുമൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രീകോവിലുകൾ വേറെ പണിയെടുപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണി തൊട്ട് 12:30 വരെയും പിന്നെ വൈകിട്ട് 4 മണി തൊട്ട് 7:30 വരെയുമാണ് ദർശനം. ഹൈദരാബാദിൽ നിന്നും 40 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. നല്ല ശാന്ത സുന്ദരമായ സ്ഥലത്ത് മൊത്തം ഇങ്ങനെ വയലിൻ്റെ നടുക്കാണ്. പലതരത്തിലുള്ള പ്രസാദം കൊടുക്കുമെങ്കിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് തേങ്ങ കൊണ്ടുള്ള ചെറിയ ഉണ്ടയാണ്. പിന്നെ അന്നദാനം ദിവസവും നടക്കാറുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പൈസ അവിടെ ഡൊണേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ശിവനമ്പലത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് അന്നദാനം നടക്കുന്നത്. പ്രധാന പ്രതിഷ്ഠകളാണ് ഓം നമോ നാരായണായ, ഓം നമഃ ശിവായ.